യഥാർത്ഥത്തിൽ ഇത് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്ക ഇതില് പങ്കുചേരുമോ എന്നത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ അത് കൊട്ടാരക്കര പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ 2 ആഴ്ചയുടെ സമയം പറഞ്ഞത് ഒരു തരത്തിൽ കബളിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. കാരണം 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് ടൈം ബൈങ് പോലെയാണ് അത് അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ ഇറാന്റെ ഫോർദോ ന്യൂക്ലിയർ ഫെസിലിറ്റി അടക്കം, ആണവ കേന്ദ്രം അടക്കം, അവിടുത്തെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബ് വർഷിച്ചതായിട്ടാണ് വരുന്നതെന്ന് മാത്രമല്ല B-2 ബോംബേഴ്സ് ഇന്നലെ പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂയോർക്ക് ടൈംസ് അടക്കം പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. നമ്മൾ ഇന്നലെ രാത്രി അത് റിപ്പോർട്ട് ചെയ്തതാണ്. അത് ഗുവാം വഴി, ഗുവാം നമുക്കറിയാവുന്ന പോലെ അമേരിക്കയുടെ ജപ്പാന് സമീപമുള്ള ദ്വീപാണ്. അവിടെ എത്തി അവിടുന്ന് ആണ് ഇറാനിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പൊ വലിയ ഇതായിട്ടുള്ള ന്യൂസാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറഞ്ഞത് അമേരിക്ക ഇതിന് ബന്ധപ്പെട്ടാണ് ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ് എന്നാണ്. വളരെ അപകടകരമായിട്ടുള്ള ഒരു നീക്കമായിരിക്കും, അത് എന്ത് വില കൊടുത്ത് ഞങ്ങൾ നിൽക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അമേരിക്ക അത് ചെയ്തിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 10 ദിവസമായി ഇസ്രായേലും ഇറാനും തമ്മിൽ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ 10ാം ദിവസമാണ് അമേരിക്ക ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് G7 യോഗത്തിൽ നിന്ന് ഒരു ദിവസം മുൻപ് ഇറങ്ങിപ്പോവുകയും സിറ്റുവേഷൻ റൂം അല്ലെങ്കിൽ വാർ റൂം ഉണ്ടാക്കാൻ കഴിയും ചിലപ്പോ തന്നെ അപകടം മണത്തിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം 2000 നീട്ടിയതായും പിന്നെ അവിടെ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ഇതിൽ എതിർപ്പുണ്ട് എന്നൊക്കെ വന്നപ്പോ അതിന്റെ മറവിൽ ഇതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. അപ്പൊ ഒരുപക്ഷെ അമേരിക്ക ഇത് ചെയ്യുമെന്ന് പലരും കരുതിയില്ലെന്ന് മാത്രമല്ല ചർച്ചയ്ക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. 5 റൗണ്ട് ചർച്ച നടത്തിയാണ് ഇതിനുവേണ്ടി. അപ്പൊ 6ാം റൗണ്ട് ചർച്ച ആണ് ഈ ഇസ്രായേലുമായിട്ടുള്ള വഴി മാറ്റിവെച്ചത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അമേരിക്ക ഇതിന് തയ്യാറെടുത്തിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യമാവുന്നത്. ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ ഏറ്റുമുട്ടൽ പോലും അമേരിക്കയുടെ അറിവോടെയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ആദ്യത്തേത് ട്രംപ് തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ല, ഇത് ഇസ്രായേലിന്റെ തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ കള്ളമായിരുന്നു എന്നാണ് വ്യക്തമാവുന്നത്. അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണയോടെയാണ് ഇത് നടത്തിയത്.